ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കണ ദൈവമക്കളെ, 2012 2013 കാലഘട്ടത്തിലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് വേദനകളും കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ സമയങ്ങളിലൊക്കെ ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചിരുന്നു. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ ഒരു നാളും കൈവിട്ടില്ല. ഹല്ലേലൂയ. ഞങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. കുറേ എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ദൈവം അവിടെ നിൽക്കുകയും ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിച്ചു. ഹല്ലേലൂയ. ഒരുപാട് കഷ്ടപ്പെട്ടു ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവ് ആ സമയങ്ങളിലൊന്നും ഞങ്ങൾ കൈവിട്ടില്ല. ഹല്ലേലൂയ. ഒരു കൂട്ട ജനങ്ങൾ ഞങ്ങളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചു. ആ സമയങ്ങളിലൊക്കെയും ഞങ്ങൾ കർത്താവിൽ ആശ്രയിച്ച്, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച് നിന്നു. ഹല്ലേലൂയ. ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ആ സഭയത്തെ ആൾക്കാരടക്കം ഞങ്ങളെ കൈവിട്ടു ദൈവമക്കളെ. ഹല്ലേലൂയ. അപ്പോഴും ഞങ്ങൾ ദൈവത്തെ മുറുകെ പിടിച്ച്, കർത്താവേ ഞങ്ങളെ രക്ഷിക്കേ, ഈ ഒരു കൂട്ട ജനങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിച്ചു. ഹല്ലേലൂയ. അവർക്ക് ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് ഇഷ്ടമല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമല്ല. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല, പള്ളിയിൽ പോകാൻ പാടില്ല, ഹല്ലേലൂയ പറയാൻ പാടില്ല, സ്തോത്രം പറയാൻ പാടില്ല പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു കൂട്ട ജനങ്ങൾ ദ്രോഹിച്ച്. ഹല്ലേലൂയ. ഞങ്ങൾ ആ തല്ലി അടിച്ച് കുറേ പ്രശ്നങ്ങളുണ്ടായി. ഹല്ലേലൂയ. അപ്പോഴേക്കും ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. ഞങ്ങൾ പോയിരുന്ന സഭയത്തെ ആൾക്കാരെല്ലാം ഭയന്ന് ഞങ്ങളെ കൈവിട്ടു. അവർക്കും അടി കിട്ടിയാലോ പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൈവിട്ടു. ഞങ്ങൾ കർത്താവിനെ കൈവിട്ടില്ല. കർത്താവിനെ ഞങ്ങൾ മുറുകെ പിടിച്ചിട്ടിരുന്നു. ദൈവമേ എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ നാമത്തെ ഞങ്ങൾ മുറുകെ പിടിച്ചിട്ടിരുന്നു. ദൈവം ഞങ്ങളെ ഒരു നാളും കൈവിട്ടില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറി കുറച്ച് ദിവസം ഞങ്ങളുടെ വീട് സ്ഥലമെല്ലാം വിറ്റു. ഞങ്ങൾക്ക് വീട് സ്ഥലം വാങ്ങണ വരെ ഞങ്ങൾ കുറച്ച് ദിവസം വാടകയ്ക്കിരുന്നു. സ്ഥലം അന്വേഷിച്ചും കൊണ്ടിരുന്നു, വീട് അന്വേഷിച്ചും കൊണ്ടിരുന്നു. ഒരു 4-5 മാസം ഞങ്ങൾ വാടകയ്ക്കിരുന്നു. അതിൻ്റെ ശേഷമാണ് സ്ഥലം വാങ്ങി ഞങ്ങൾ വീട് വെച്ചത്. ഹല്ലേലൂയ. ആ വാടകയ്ക്കിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഒരു സഭയിൽ ഒരു സ്ത്രീ, ഹല്ലേലൂയ, ഞങ്ങൾ വാടകയ്ക്കിരുന്ന അവിടെ നിന്ന് കുറച്ച് ദൂരത്തിൽ ഒരാൾ തൂങ്ങി മരിച്ചു. ഹല്ലേലൂയ. ആ സ്ത്രീ എന്നെ ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, നിൻ്റെ ഭർത്താവാണോ തൂങ്ങി മരിച്ചതെന്ന്. ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന സഭയത്തെ ഒരു സ്ത്രീ ചോദിക്കുകയാണ്, നിൻ്റെ ഭർത്താവാണോ തൂങ്ങി മരിച്ചതെന്ന്. ഹല്ലേലൂയ. ഇന്ന് സഭകളിലെ ഒരു മനുഷ്യൻ്റെ നാശം കാണാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. തൂങ്ങി മരിച്ചത് ഏതോ ഒരാൾ. എൻ്റെ ഭർത്താവ് പണിക്ക് പോയിട്ട് അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നു. ഈ സ്ത്രീ പിന്നെ ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, ഹല്ലേലൂയ, നിൻ്റെ ഭർത്താവാണ് തൂങ്ങി മരിച്ചത്. ഹല്ലേലൂയ. ഞങ്ങൾ രണ്ടുപേരും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. ഹല്ലേലൂയ. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കൈകോർത്ത്, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ ചുറ്റുപാടും ദൈവം ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ, ഞങ്ങളുടെ ചുറ്റുപാടിരിക്കുന്ന ജനങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പറഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടിരിക്കുന്ന എൻ്റെ ഭർത്താവിനെ ആശ്രയം അങ്ങനെ ചോദിക്കുകയാണ്. ഇന്ന് ദൈവം ഞങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു അവൻ്റെ മുന്നിൽ. ഹല്ലേലൂയ. ദൈവം കൈവിട്ടില്ല. ഹല്ലേലൂയ. ഞങ്ങളവിടെ 5 സെൻറ്റ് സ്ഥലം വാങ്ങി വീട് വെച്ചു. 12-13 വർഷം അവിടെ ഇരുന്നു. ഹല്ലേലൂയ. ഒരു നെൽമണി കുഴിച്ചിട്ടു ദൈവം 100 മേനി കൊയ്യുവാൻ സഹായിച്ചു. ഹല്ലേലൂയ. കർത്താവ് അവൻ്റെ മുന്നിൽ ഞങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് ആ പള്ളീൻ്റെ ആ ചർച്ചിൻ്റെ തൊട്ട് ഒരു മതിൽ അപ്പുറത്ത് ചർച്ച്, ഇപ്പുറത്തെ എൻ്റെ വീട്, ആ വീട് വാങ്ങുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. നേരത്തെ ഇരുന്ന വീട് വിറ്റുപോയി. ഹല്ലേലൂയ. നല്ലൊരു വിലയ്ക്ക് ഞങ്ങൾ വിറ്റു. ഹല്ലേലൂയ.
അവൻ്റെ പള്ളീൻ്റെ ചർച്ചിൻ്റെ തൊട്ട് ഒരു വീട് വാങ്ങുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. അവൻ്റെ മുന്നിൽ ദൈവം എന്നെ ഇരുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കളുടെയും, ഞാനും എൻ്റെ ഭർത്താവ് എൻ്റെ മക്കളും ഇന്ന് സന്തോഷമായിരിക്കുന്നു. എൻ്റെ മൂത്ത മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. എൻ്റെ ചെറിയ മകളും എൻ്റെ മകനും, എനിക്ക് 3 മക്കളാണ്, 2 പെൺകുട്ടി 1 ആൺകുട്ടിയാണ്. മൂത്ത മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇനി 2 മക്കളും ഞാനും എൻ്റെ ഭർത്താവും ഈ വീട്ടിലിരിക്കുന്നുണ്ട്. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ആരെല്ലാം ഞങ്ങളെ കുറ്റം പറഞ്ഞോ, ഹല്ലേലൂയ, അവൻ്റെ മുന്നിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച്, സമൃദ്ധിയായി അനുഗ്രഹിച്ച് ഉയർത്തി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവം ഞങ്ങൾ ഒരു നാളും കൈവിട്ടില്ല. നിൻ്റെ അധ്വാന ഫലം നീ തിന്നും, നിൻ്റെ ഭാര്യയും മക്കളും നീയും. ഹല്ലേലൂയ. ഞങ്ങളുടെ കൈകളുടെ അധ്വാന ഫലത്തെ കർത്താവ് വർദ്ധിപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചു ദൈവമക്കളെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഒരു നാളും കുലുങ്ങിപ്പോയില്ല. ഹല്ലേലൂയ. സ്തോത്രം. അവൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. സ്തോത്രം. പർവ്വതത്തെ യഹോവ ചുറ്റിയിരിക്കുന്നു സങ്കീർത്തനത്തിലുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മൾക്ക് ചുറ്റിയും നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ഒരു നാളും കൈവിടില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ കുലുങ്ങിപ്പോയില്ല. ദൈവമക്കളെ, ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കാം. ആമേൻ.